സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 17 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റിവിഷൻ സീരീസ് 16 വരെ നമ്മൾ മൊഡ്യൂൾ 3 വരെ മൊഡ്യൂൾ 4 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 5 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 5 എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൊഡ്യൂൾ 5 തിയറി ഓഫ് സ്ട്രക്ചർ ആണല്ലേ. മൊഡ്യൂൾ 5 തിയറി ഓഫ് സ്ട്രക്ചർ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ പക്ഷെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ഓൾറെഡി സിലബസിന്റെ ഏരിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. തിയറി ഓഫ് സ്ട്രക്ചർ 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫോഴ്സസ്, പിന്നെ മൊമെന്റ് ഓഫ് ഫോഴ്സ്, ടൈപ്പ് ഓഫ് മൊമെന്റ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, determination of reaction of simply supported beam and overhanging beams with point loads, uniformly distributed loads, യൂണിഫോംലി വേരിയിങ് ലോഡ്സ് അല്ലേ. പിന്നെ നെക്സ്റ്റ് സെൻറ്റർ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് പറയുന്നുണ്ട്, സെൻട്രോയിഡ് ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സെൻട്രോയിഡ്, പിന്നെ അതുപോലെ തന്നെ സെൻട്രോയിഡ് ഓഫ് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, സെമി സർക്കിൾ ആൻഡ് കോമ്പൗണ്ട് ഏരിയ ആൻഡ് റിമൈൻഡേഴ്സ്, ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ സോളിഡ്, എലാസ്റ്റിസിറ്റി. പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ. പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, പ്ലാസ്റ്റിസിറ്റി, ടഫ്നെസ്, ബ്രിട്ടിൽനെസ്, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ഹാർഡ്നെസ് അല്ലേ. പിന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്, പിന്നെ എലാസ്റ്റിസിറ്റി, ഹുക്സ് ലോ, യങ്സ് മോഡുലസ്, സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ഇൻ യൂണിഫോം സെക്ഷൻസ് ഓഫ് സെയിം ആൻഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റീൽ, അലൂമിനിയം ആൻഡ് കോപ്പർ അല്ലേ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ടെൻസൈൽ ടെസ്റ്റ് ഓൺ ഡക്റ്റൈൽ മെറ്റീരിയൽ, മൈൽഡ് സ്റ്റീൽ ബാർ ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ കേർവ് അല്ലേ. സ്ട്രെസ് സ്ട്രെയിൻ കേർവിൽ നോക്കാനുള്ളത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, എലാസ്റ്റിക് ലിമിറ്റ്, ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ് ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളും. പിന്നെ നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പേജിൽ ഈ ഒരു സെയിം സിലബസ് തന്നെ അല്ലേ, മൊഡ്യൂൾ 5 തന്നെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മൊഡ്യൂൾ 5 പറയുന്നതാണ് നെക്സ്റ്റ് ബീംസ് ആൻഡ് ബെൻഡിങ് അല്ലേ. ബീംസ് ആൻഡ് ബെൻഡിങ് പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബീം, കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഫിക്സഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം ആൻഡ് കണ്ടിന്യൂസ് ബീം അല്ലേ. പിന്നെ ടൈപ്പ് ഓഫ് ലോഡിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. കോൺസെൻട്രേറ്റഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് യൂണിഫോംലി വേരിയിങ് ലോഡ്സ് അല്ലേ. പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻസ് ആൻഡ് സൈൻ കൺവേർഷൻസും, പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഫോർ കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് ഓവർഹാങ്ങിങ് ബീംസ് ആൻഡ് സ്കെച്ചിങ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലേ. എന്താണ്, ട്രയാങ്കിൾ ആണോ റെക്റ്റാങ്കിൾ ആണോ എന്നൊക്കെ വരിക എന്നുള്ളത് അല്ലേ. പിന്നെ ഫോർ പോയിന്റ് ലോഡും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും, യൂണിഫോംലി വേരിയിങ് ലോഡും, പിന്നെ കോമ്പിനേഷൻസ് ഓഫ് ലോഡും അല്ലേ. അതായത് കോമ്പിനേഷൻസ് ഓഫ് UDL പോയിന്റ് ലോഡും വരുന്ന സമയത്തൊക്കെ അതിൻ്റെ എങ്ങനെയാണ് സ്കെച്ചിങ് എന്നുള്ളത്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ്, പിന്നെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ അല്ലേ. അപ്പം അതുവരെ നോക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് ഏരിയയിലേക്ക് നോക്കുമ്പോൾ തിയറി ഓഫ് പ്യുവർ ടോർഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസംഷൻ ഇൻ പ്യുവർ ടോർഷൻ, ഡെറിവേഷൻ ഓഫ് ഫോർമുല, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ്, പ്രോബ്ലംസ് തിൻ സിലിണ്ടേഴ്സ്, ഫെയിലിയേഴ്സ് ഓഫ് തിൻ സിലിണ്ടേഴ്സ്, ഷെൽ ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ, circumferential and longitudinal stresses, changes in dimensions and volume of thin cylinder due to internal pressure. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്, തിയറി ഓഫ് എ സിമ്പിൾ ബെൻഡിങ്, explain the terms neutral axis, moment of resistance and section modulus. പിന്നെ assumptions in simple bending, derivation, the equations of simple bending. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? derivations of the equations of simple bending, apply the theory of simple bending to simple and compound sections, calculate stress,
പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ മോഡുലസ് ആൻഡ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെസ് ആൻഡ് ഡ്രോ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഫോർ റെക്ടാങ്കുലർ ആൻഡ് ഐ സെക്ഷൻസ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു സിലബസ് വായിച്ചിട്ട് അതിൽ എന്തൊക്കെ നോക്കാനുണ്ട് എന്നുള്ളത് സബ്ബായിട്ടൊന്ന് മാറ്റി എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നിങ്ങൾ അതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഇതുപോലെ നിങ്ങൾ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരില്ല. ഒരു വൈഡ് സിലബസ് ഇവർ വലിച്ചു വാരിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു നോട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന മാക്സിമം, നിങ്ങൾ നോട്ട്സിലുള്ള മാക്സിമം കാര്യങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലുള്ളത് മാക്സിമം പഠിച്ചതിന് ശേഷം ചിലത് നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നിങ്ങളെ നോട്ട്സിൽ ഇല്ലാത്തതുണ്ടാവും. അത് നിങ്ങളെ നോട്ടിൽ ഓൾറെഡി, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ, കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് റിവൈസ് സെറ്റാക്കി വെക്കുക. എന്നിട്ട് മാത്രം ഇതിൽ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എക്സ്ട്രാ തട്ടിപ്പിടിച്ച് പഠിക്കാൻ നോക്കുക. കാരണം ലിമിറ്റഡ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് കാണുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സൊക്കെ വരുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു മാസത്തേക്ക്, അപ്പോൾ നമ്മളത് ക്ലാസ്സസ് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ആവുന്നത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്ലോഡ് ആവുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള സീരീസിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മന്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, ഈ ഒരു കറക്റ്റ് എക്സാമിൻ്റെ ആ ഒരു മന്ത് മാത്രം നിങ്ങളൊന്ന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് സിലബസിനെ റിവൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടാനും അതുപോലെ നിങ്ങൾക്ക് ഈ പോർഷൻസ് കവർ ചെയ്തതിന് ശേഷം വേറെ ക്വസ്റ്റ്യൻ ഏരിയയിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റും. നിങ്ങളുടെ അടുത്ത് തന്നെ എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് നമ്മൾ സിലബസ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു കവർ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇത് കവർ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റിവിഷൻ മാക്സിമം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. അപ്പം അത് കണ്ട് തീർത്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ഷെഡ്യൂൾ പ്രകാരമായിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ കമ്പൽ ചെയ്യല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഫോഴ്സ് എന്നുള്ള ഏരിയ ആണ് കേട്ടോ. ഫോഴ്സ് എന്നുള്ള ഏരിയ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോഴ്സ് അല്ലേ, ഫോഴ്സിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോഴ്സിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫോഴ്സ്, പിന്നെ മൊമെന്റ് ഓഫ് ഫോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മൊമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. സെൻട്രോയിഡും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ എടുക്കുക എന്ന് പറഞ്ഞില്ല അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോഴ്സ് എടുക്കും, ഫോഴ്സ്, പിന്നെ അതുപോലെ തന്നെ മൊമെന്റ് എടുക്കുന്നതായിരിക്കും മൊമെന്റ് ഓഫ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് നമ്മൾ കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ, സെൻട്രോയിഡും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പം നമ്മൾ ക്ലാസ് തുടങ്ങിയ പോലെ ഫോഴ്സിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങളൊരു ഇതൊരു ബോർഡാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ടേബിൾ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഫോഴ്സ് കൊടുക്കുക അല്ലേ. അപ്പം അതിനെയുള്ള ആ ഒരു നിങ്ങൾക്ക് പറയുമ്പം കറക്റ്റ് ആ ഒരു മീനിങ് മനസ്സിലാവുന്നതാണ്. അപ്പം എന്താണ് ഫോഴ്സ്? നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് പറയാന്ന് പറയുന്നത്, ഫോഴ്സ് നമ്മളൊരു എന്തെങ്കിലും ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രെസ് ഇല്ലേ. നമ്മൾ ആ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. അപ്പം എന്താണ് ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്താണ് നമുക്ക് എഴുതാം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് പ്രൊഡ്യൂസ് ഓർ ടെൻസ് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ഓർ ടെൻസ് ടു ഡിസ്ട്രോയ് ദ മോഷൻ ഓഫ് എ ബോഡി അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓവർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് പ്രൊഡ്യൂസ്
അല്ലെങ്കിൽ which tends to produce എന്ന് എഴുതാം അല്ലേ. which tends to produce or tends to destroy the motion ഓഫ് എ ബോഡി അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫോഴ്സിനെ പറയുന്ന സമയത്ത് അതിന് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എഫക്റ്റ് ചെയ്യുന്നത്, അത് നമ്മളത് ഒരു ഇത് നമ്മളൊരു ടേബിൾ ആണെങ്കിൽ അപ്പം അതിൽ നമ്മൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെ നോക്കിയിട്ടാണ് എന്ത് ഫോഴ്സാണ് നമ്മൾ കൊടുത്തതെന്നുള്ളത് നോക്കുക അല്ലേ. അപ്പം അതെന്തൊക്കെയാണ് നോക്കുക, ഫസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കും അല്ലേ, ഏത് മാഗ്നിറ്റ്യൂഡിലേക്കാണ് നമ്മളത് കൊടുക്കുന്നതെന്ന്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ അല്ലേ, ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെന്ന് നോക്കും. പിന്നെ അതുപോലെ തന്നെ നാച്ചർ ഓഫ് ഫോഴ്സസ് അല്ലേ, നമ്മൾ ഈ ഒരു ടേബിളിന് പുഷ് ചെയ്യാണോ അല്ലെങ്കിൽ അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നും പുഷ് ചെയ്യാണോ അല്ല ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ പുള്ള് ചെയ്യാണോ എന്നുള്ളതൊക്കെ നോക്കും അല്ലേ. അതാണ് ഈ ഒരു നാച്ചർ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ഈസ് ആക്ടിങ് അല്ലേ, അപ്പം നമ്മൾ ഏത് പോയിന്റിലേക്കാണ് കൂടുതൽ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പം അതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സസ് അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സസ് നമ്മൾ എന്ത് ടൈപ്പ് ഫോഴ്സ് ആണെന്ന് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ നോക്കുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ് അല്ലേ, ടു സ്പെസിഫൈ ദ ഫോഴ്സ് അല്ലേ, ഫോഴ്സ് കംപ്ലീറ്റ്ലി ആണ്. അപ്പം അത് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് വൺ ആണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അല്ലേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് നോക്കും. അപ്പം അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് നോക്കുക, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ അല്ലേ, ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് നോക്കും. പിന്നെ തേർഡ് വൺ എന്താണ്, ദ നാച്ചർ ഓഫ് ദ ഫോഴ്സ് അല്ലെ, പുഷ് ആണോ പുള്ളാണോ എന്നുള്ളത്, ദ നാച്ചർ ഓഫ് ദ ഫോഴ്സ് നോക്കും. പിന്നെ ഫോർത്ത് വൺ എന്താണ് നോക്കുക, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ഈസ് ആക്ടിങ് അല്ലെ, ഏത് പോയിന്റിലാണ് നമ്മൾ ഈ ഒരു ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ള അല്ലേ. അപ്പം അതാണ് ഫോർത്ത് പോയിന്റ്, ദ പോയിന്റ് at which the force is acting അല്ലേ, ആ ഒരു ലൈൻ ഓഫ് ആക്ഷനെയാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ നോക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ്. അപ്പം എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ആ ഒരു ഫോഴ്സിനെ നോക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, അപ്പം അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് അല്ലേ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയും. എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ, നമ്മളൊരു ഫോഴ്സിനെ നോക്കേണ്ടത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ അതിനെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ആവും അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് നോക്കാം. അപ്പം സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലേ, അപ്പം എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്നൊന്ന് എഴുതാം. സിസ്റ്റം ഓഫ് ഫോഴ്സസ്, എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ when several force of different magnitude and direction act upon a body, they constitute a system of force അല്ലേ, they constitute a system of force. ഏതൊക്കെയായിരുന്നു സിസ്റ്റം ഓഫ് ഫോഴ്സ് വരുന്നത്, സിമ്പിൾ ആണ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ അല്ലേ, ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, എല്ലാ സിസ്റ്റം ഓഫ് ഫോഴ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്ക് ഫസ്റ്റ് വൺ അല്ലേ, ഫസ്റ്റ് വൺ ഏതാണ് നോക്കാനുള്ളത്? ഫസ്റ്റ് വൺ ആണ് കോ ലീനിയർ ഫോഴ്സ് അല്ലേ. കോ ലീനിയർ ഫോഴ്സ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. കൊളീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് അലോങ് എ സിംഗിൾ ലൈൻ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ വടം വലിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു സെയിം ലൈനിലാണ് അതിന്റെ ആക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് വരുന്നത് ഒരു സെയിം ലൈനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം കൊളീനിയർ ഫോഴ്സസ് എന്താണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. റിവിഷൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. കൊളീനിയർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ of all forces lies along a സിംഗിൾ ലൈൻ അല്ലേ. സിംഗിൾ ലൈനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ്. വടംവലിൻ്റെതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. എക്സാമിന് നമുക്ക് അങ്ങനെയാണല്ലോ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ അല്ലേ. സെക്കൻഡ് വൺ കോപ്ലാനർ ഫോഴ്സസ് ആണ്. കോപ്ലാനർ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ആക്ഷനിലെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് വരുന്നത് സിംഗിൾ പ്ലെയിനിലാണെങ്കിൽ ഈ കോപ്ലാനർ പ്ലെയിനിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് കോപ്ലാനറിൻ്റെ ഓർത്ത് വെക്കേണ്ടത്? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് lies along a single plane അല്ലേ. സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ അതിനെ നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയും. പിന്നെ തേർഡ് വൺ എന്താണ് നോക്കേണ്ടത്? തേർഡ് വൺ നോക്കേണ്ടതാണ് കൺകറന്റ് ഫോഴ്സസ് അല്ലേ. കൺകറന്റ് ഫോഴ്സസ് എന്നും അതിലുണ്ട് അല്ലേ. ഒരു സെയിം പോയിന്റിലാണെങ്കിൽ അല്ലേ കൺകറന്റ് ഫോഴ്സസ്. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് വരുന്നത് ഒരു സെയിം പോയിന്റിൽ, ഒരു പോയിന്റിലേക്കാണ് എല്ലാ ഫോഴ്സസിൻ്റെയും ആക്ഷൻ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് കൺകറന്റ് ഫോഴ്സസ്? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് that along a സിംഗിൾ പോയിന്റ് അല്ലേ. സിംഗിൾ പോയിന്റ് ആ ഒരു ടേം മാത്രമേ മാറുന്നുള്ളൂ. സിംഗിൾ പോയിന്റ്, സിംഗിൾ പ്ലെയിന്, സിംഗിൾ ലൈന്. സിംഗിൾ ലൈന് വരുമ്പോൾ കൊളീനിയർ, സിംഗിൾ പ്ലെയിന് വരുമ്പോൾ കോപ്ലാനർ, സിംഗിൾ പോയിന്റ് വരുമ്പോൾ കൺകറന്റ് അല്ലേ. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണ്? ഫോർത്ത് വൺ ഏതാണ് വരുന്നത്? ഫോർത്ത് വൺ ആണ് പാരലൽ ഫോഴ്സസ് അല്ലേ. പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫോഴ്സസ് ഈ പാരലലിൽ ലൈക്ക് പാരലും ഉണ്ട്, അതുപോലെ തന്നെ അൺലൈക്ക് പാരലും ഉണ്ട് കേട്ടോ. ലൈക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അല്ലേ, ഒരേ സൈഡിലേക്കാണ് നമ്മൾ ആ ഒരു ഫോഴ്സ് വരുന്നതെങ്കിൽ ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയും. അൺലൈക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അല്ലേ, രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പാരലൽ ആയിരിക്കും, പക്ഷെ രണ്ട് ഡയറക്ഷനിലേക്ക് അല്ലേ, അതുപോലെ ആണെങ്കിൽ നമ്മൾ അൺലൈക്ക് പാരലൽ എന്ന് പറയും. ലൈക്ക് പാരലലും അൺലൈക്ക് പാരലലും എന്താണെന്ന് നോക്കി വെക്കാം. ലൈക്ക് പാരലൽ, അൺലൈക്ക് പാരലൽ അല്ലേ, പാരലൽ ആണിത്. പാരലൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ അല്ലേ. ഫിഫ്ത്ത് വണ്ണ് പറയുന്നതാണ് കോപ്ലാനർ കൺകറന്റ് അല്ലേ. കോപ്ലാനർ കൺകറന്റ്. കോപ്ലാനർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് വരിക? ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത് ലൈസ് ഇൻ എ പ്ലെയിൻ ആണ്, പക്ഷെ അതുപോലെ ലൈസ് ഇൻ എ പ്ലെയിനും ആണ്, അതുപോലെ തന്നെ പാസ് ത്രൂ സെയിം പോയിന്റ് അല്ലേ. കോപ്ലാനർ കൺകറന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്? ലൈസ് ഇൻ എ പ്ലെയിൻ ആൻഡ് പാസ് through
സെയിം പോയിന്റ് അല്ലേ, സെയിം പോയിന്റ് ആണെങ്കിൽ അതിന് നമ്മൾ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയും. പിന്നെ കോപ്ലാനാർ കൺകറന്റിൽ തന്നെ കോപ്ലാനാർ നോൺ കൺകറന്റ് അല്ലേ, 6th വൺ അതാണ് കോപ്ലാനാർ നോൺ കൺകറന്റ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ തന്നെ ചെറിയൊരു മാറ്റം വന്നിട്ട് അല്ലേ. കോപ്ലാനർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു സെയിം പോയിന്റിലായിരിക്കില്ല അല്ലേ. അപ്പൊ ലൈൻ ഓഫ് ആക്ഷൻ ലൈസ് ഇൻ എ സെയിം പ്ലെയിൻ ബട്ട് ഡസ് നോട്ട് പാസ് ത്രൂ എ സെയിം പോയിന്റ് അല്ലേ. അപ്പം അതിനെയാണ് കോപ്ലാനർ നോൺ കൺകറന്റ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ലൈസ് ഇൻ എ പ്ലെയിൻ ബട്ട് നോട്ട് പാസ് ത്രൂ സെയിം പോയിന്റ് അല്ലേ. സെയിം പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയുന്നത്. പിന്നെ 7th വൺ എന്താണ്, 7th വൺ ഏതാണ് വരിക, 7th വൺ വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അല്ലേ. 7th വൺ ആണ് നോൺ കോപ്ലാനാർ കൺകറന്റ്. നോൺ കോപ്ലാനാർ കൺകറന്റ് എന്താണ് നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ, നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇൻ എ സെയിം പ്ലെയിൻ അല്ലേ. നോൺ കോപ്ലാനാർ ആണ്, പക്ഷെ അറ്റ് സെയിം പോയിന്റ് ആയിട്ട് വരികയാണെങ്കിൽ അല്ലേ, അതിനെയാണ് നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഡസ് നോട്ട് ലൈസ് ഇൻ എ പ്ലെയിൻ but pass through സെയിം പോയിന്റ് അല്ലേ. സെയിം പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, ലാസ്റ്റ് വണ്ണും ഇതുപോലെ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അല്ലേ. നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ് ആണ്. നോൺ കൺകറന്റ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലെയിനിലും അല്ല ഒരു പോയിന്റിലും അല്ല അല്ലേ. അതൊക്കെ പേരുമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ലൈൻ ഓഫ് ആക്ഷൻ നോട്ട് സെയിം പ്ലെയിൻ ആൻഡ് പോയിന്റ്. അപ്പൊ അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഫോഴ്സസ് പറഞ്ഞു, ഫോഴ്സസിന്റെ ഡിഫറെന്റ് എഫക്റ്റ് പറഞ്ഞു അല്ലെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കി പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which produce or tends to produce, destroy or tends to destroy the motion of the body അല്ലെ, produce stress in the body, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഫോഴ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നാച്ച്, പിന്നെ പോയിന്റ് അല്ലേ, പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സസ് ഈസ് ആക്ടിങ് എന്നുള്ള ആ ഒരു ലൈൻ ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക. പിന്നെ നമ്മൾ സിസ്റ്റം ഓഫ് ഫോഴ്സസ് പറഞ്ഞു അല്ലേ. സിസ്റ്റം ഓഫ് ഫോഴ്സസ് നമ്മൾ 8 എണ്ണമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് സിംഗിൾ ലൈനിലാണെങ്കിൽ അതിന് നമ്മൾ കൊളീനിയർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിംഗിൾ പ്ലെയിനിലാണെങ്കിൽ നമ്മൾ അതിനെ കോപ്ലാനർ എന്ന് പറഞ്ഞു. സിംഗിൾ പോയിന്റിലാണെങ്കിൽ അത് നമ്മൾ കൺകറന്റ് എന്ന് പറഞ്ഞു. പിന്നെ പാരലൽ ഫോഴ്സസ് അല്ലെ, ആ ഒരു ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അത് നമ്മൾ പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു. പിന്നെ കോപ്ലാനർ കൺകറന്റ് അല്ലെ, സെയിം പ്ലെയിനിലാണ്, അതുപോലെ തന്നെ സെയിം പോയിന്റിലാണെങ്കിൽ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോപ്ലാനാർ നോൺ കൺകറന്റ് ആണ് അല്ലെ. കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്ലാനാർ സെയിം പ്ലെയിനിലാണ്, നോൺ കൺകറന്റ് അല്ലെ, സെയിം പോയിന്റിലല്ലെങ്കിൽ അതിനാണ് നമ്മൾ കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറയുന്നത്. പിന്നെ 7th വൺ നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറഞ്ഞു അല്ലെ. നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിലല്ല, കൺകറന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെയിം പോയിന്റിലാണ് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ നോൺ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയുന്നത്. പിന്നെ 8th വൺ ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ് അല്ലെ, സെയിം പ്ലെയിനിലും അല്ല സെയിം പോയിന്റിലും അല്ലെങ്കിലാണ് നമ്മൾ നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിച്ചതിന് ശേഷം തന്നെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ, എക്സാമിന് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കി വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സിൽ എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു
ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു റൊട്ടേറ്റിംഗ് ടെൻഡൻസിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് അല്ലേ നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഉണ്ടാവുന്ന ആ ഒരു ആക്ഷൻ അല്ലേ, അതിന് ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ അതിനെയാണല്ലേ അത് എങ്ങനെയാവാം, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസോ ആവാട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സസ് നമുക്കൊന്ന് എഴുതാം. മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്റ്റ് അല്ലേ, ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്റ്റ് or rotating tendency produced by a force on the body on which it acts. അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മൊമെന്റ് ഓഫ് ഫോഴ്സസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, അതിന്റെ യൂണിറ്റ് ഒക്കെ നോക്കണം. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലേ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും എന്നുള്ളത് നോക്കുക. പിന്നെ നമുക്കിവിടെ ഒരു പ്രിൻസിപ്പിൾ നോക്കാനുണ്ട് അല്ലേ. എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ലോ ഓഫ് ദ മൊമെന്റ് അല്ലേ. ലോ ഓഫ് ദ മൊമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് മൊമെന്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അൽജിബ്രിക് സം ഓഫ് ദ മൊമെന്റ് അല്ലേ. നമ്മൾ മൊമെന്റ് എന്താണെന്ന് പറഞ്ഞു. ഈ ഒരു മൊമെന്റിന്റെ അൽജിബ്രിക് സം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ആയിരിക്കും അല്ലേ. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ടന്റിൽ ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുക. അപ്പം മൊമെന്റ് ഓഫ് ദ സം അല്ലെങ്കിൽ അൽജിബ്രിക് സം ഓഫ് ദ മൊമെന്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു ലോ ഓഫ് മൊമെന്റ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അതിനൊന്ന് നോട്ട്സ് ആക്കി എഴുതുകയാണെങ്കിൽ ഈ ഒരു ലോ ഓഫ് മൊമെന്റിനെ തന്നെയാണ് നമ്മൾ വേരിയഗണൽസ് തിയറം എന്ന് പറയുന്നത്. അപ്പം എന്താണ് തിയറം ഓർ ലോ ഓഫ് മൊമെന്റ് അല്ലേ. ലോ ഓഫ് മൊമെന്റ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എന്താണ് ലോ ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ വാരിയഗണൽസ് തിയറം എന്ന് പറയുന്നത് പറഞ്ഞാൽ ദ അൽജിബ്രിക് സം ഓഫ് the moment of a system of coplanar force about any point in their plane is equal to the moment of their resultant force about the same point അല്ലേ. ഇതാണ് വാരിയഗണൽസ് തിയറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് മൊമെന്റ് എന്നുള്ളത് നോക്കി വെക്കുക. എന്താണ് പറയുന്നത്? അൽജിബ്രിക് സം ഓഫ് ദ മൊമെന്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് എന്നുള്ളത് ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആ ഒരു ഫോഴ്സിലെ ആ ഒരു എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ഈ ഒരു ലൈനിൽ നമുക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അതിന് ആറെന്ന് പറയുകയാണെങ്കിൽ ആറെന്ന് പറയാം. അപ്പം മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? മൊമെന്റ് അല്ലേ പറയുകയാണെങ്കിൽ moment is equal to the product of the force and the perpendicular distance of the point അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ ലോസ് പറഞ്ഞു. ഇനി നമുക്ക്
നെക്സ്റ്റ് ഇതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ റിവിഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടായിട്ട് സമയം എടുത്തെടുക്കേണ്ട ക്ലാസ്സുകളാണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിവിഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറയുന്നുണ്ട്, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സിലബസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു റിവിഷൻ സീരീസ് കേൾക്കുകയാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ പറ്റുകയാണെങ്കിൽ നോട്ട്സിലും കൂടെ എടുത്തിട്ട് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ നോക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒന്നും അറിയാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്ലാസ് കേട്ടൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അതെങ്കിലും പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ. അപ്പം സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും എന്താണ്? ഈ ഒരു സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അല്ലേ. അപ്പം എന്തോ ഒരു പേര് സിമിലർ ആണെങ്കിൽ കൂടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ, സെൻട്രോയിഡും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത്. അത് അറിഞ്ഞു വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സെൻട്രോയിഡും ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ, CG എന്ന് എഴുതിയിട്ടുണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ. അപ്പം എന്താണ് നമ്മൾ ഈ ഒരു സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ഏരിയാസിനെ വെച്ച് പറയുകയാണെങ്കിൽ സെൻറ്റേഴ്സ് ആർ ഓഫ് ദ പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ നമ്മൾ അതിനെ സെൻട്രോയിഡ് എന്ന് പറയും. ഒന്നുകൂടെ നീറ്റായിട്ട് പറയുകയാണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഏരിയ ഇൻ വിച്ച് ദ ഹോൾ ഏരിയ ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അല്ലേ. ആ ഒരു ഹോൾ ഏരിയ ഈസ് ടു ബി the point in the plane area അല്ലേ, the point in the plane area ഈ ഒരു ഫുൾ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ് അല്ലേ. ഇവിടെ നമ്മൾ സെൻട്രോയിഡിൽ പറഞ്ഞത് ഏരിയ അല്ലെ, ഹോൾ ഏരിയ ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ പറയുന്നത് ഹോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പറയുന്നത്. ഓർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം എന്താണ് സെൻട്രോയിഡ്, എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് മനസ്സിലായി അല്ലേ. നമ്മൾ ഷോർട്ടായിട്ട് നോട്ടൊന്ന് എഴുതുകയാണെങ്കിൽ സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. ഫസ്റ്റ് നമുക്ക് സെൻട്രോയിഡ് എഴുതാം. സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് ഈസ് ദ പോയിന്റ് in a plane area in which the whole area is assumed to be concentrated അല്ലേ. കോൺസെൻട്രേറ്റഡിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഏരിയ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ പറയുകയാണെങ്കിൽ എന്താണ് പറയുക? വെയിറ്റ് അല്ലേ, ഹോൾ വെയിറ്റ് ആണ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് അല്ലേ, വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ് എന്നുള്ളതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ടേമും വരുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു, സെൻട്രോയിഡും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ സർക്കിൾ അല്ലേ. റെക്റ്റാങ്കിൾ, സർക്കിൾ, സെമി സർക്കിൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കിളും അല്ലേ. ഇത്രയാണ് നമ്മളെ സിലബസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിള്, സർക്കിള്, സെമി സർക്കിള്. ഇതിനെ പറ്റുകയാണെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് സെക്ഷൻ്റെതും കൂടി ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കിയാലോ. അപ്പൊ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഓൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ നോക്കുന്നത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ സെക്ഷൻ്റെതാണ്. ഫസ്റ്റ് വണ്ണ് റെക്റ്റാങ്കിൾ
ഓർ സ്ക്വയർ സെക്ഷൻ ആണ്. റെക്ടാങ്കിൾ ഓർ സ്ക്വയർ ആണെങ്കിൽ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ വരും അല്ലേ. റെക്ടാങ്കിൾ ആക്കിയിട്ട് നിങ്ങൾ സ്ക്വയർ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും ഓക്കെ. നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇത് നമ്മൾ ഇത് ഡി എന്ന് എടുക്കുക, ഇത് നമ്മളിതിൻ്റെ ലെങ്ത് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹോൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ ഡിന്ന് വെച്ച് പറയുകയാണെങ്കിൽ വരുന്നത് D/2 അല്ലേ. D/2ഉം ലെങ്ത് വെച്ച് പറയുകയാണെങ്കിൽ L/2 അല്ലേ. L/2 ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡി വെച്ച് നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ D/2 എന്ന് വരും അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് തന്നെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം റെക്ടാങ്കിളും സ്ക്വയറും ഓർത്ത് വെക്കാൻ സിമ്പിളാണ് അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് നോക്കുന്നത് സർക്കിൾ ആണ് അല്ലേ. സർക്കിൾ ആണ്. അപ്പം സർക്കിളിൻ്റെ എവിടെയായിരിക്കും വരിക? സർക്കിളിൻ്റെ എവിടെയായിരിക്കും അതിൻ്റെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക? അതിപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ കാണിച്ചാൽ അതിൻ്റെ ഹോൾ വെയിറ്റ് എവിടെയായിരിക്കും? നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. അപ്പം അത് കറക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഹോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ മൊത്തം അല്ലേ, ഈ ഒരു ടോട്ടൽ ലെങ്ത് ഇതിൻ്റെ നമ്മൾ ഡയാന്നാണല്ലേ പറയുക. അപ്പം അതിൻ്റെ ആ ഒരു സെൻറ്ററിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പകുതി എടുക്കുകയാണെങ്കിൽ റേഡിയസ് മറ്റേത് ഡയമീറ്റർ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ D/2 ആണ്. അപ്പം രണ്ടും ഡി ആയതുകൊണ്ട് തന്നെ D/2 എന്നുള്ളത് നമുക്ക് പറയാം അല്ലേ. D/2 ആണ്. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സർക്കിൾ വരുന്നത് എവിടെയാണ്? അറ്റ് ഇറ്റ്സ് സെൻറ്റർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അറ്റ് ഇറ്റ്സ് സെൻറ്റർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് നമ്മൾ സെൻറ്റർ ആയിട്ടല്ല കേട്ടോ എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ആ ഒരു ഡയഗണൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഇതിൻ്റെ ഡയഗണൽ മീറ്റ് ചെയ്യുന്നത് സെൻറ്റർ ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ റെക്ടാങ്കിൾ ഓർ സ്ക്വയറിൻ്റെത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ലൈസ് എ പോയിന്റ് വേർ ഡയഗണൽ മീറ്റ്സ് ആണ് കേട്ടോ. ഡയഗണൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റെക്ടാങ്കിൾ ഓർ സ്ക്വയറിൻ്റെത് പറയുക. സർക്കിളിൻ്റെത് സെൻറ്റർ ആയിട്ട് തന്നെ പറയാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അല്ലേ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ട്രയാങ്കിൾ, തേർഡ് വൺ ട്രയാങ്കിൾ ആണ് എടുത്തതെങ്കിൽ അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു വാല്യൂ മാത്രം പഠിച്ചു വെക്കുക. കാരണം ലാസ്റ്റ് മൊമെൻ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് എവിടെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലൈൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊരു ട്രയാങ്കിളിൽ രണ്ട് വാല്യൂസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കാനുണ്ടാവും. ഏതൊക്കെയാണ്? ബേസ് എന്നും അതുപോലെ തന്നെ വേർട്ടെക്സ് എന്നും അല്ലേ. ബേസ് എടുക്കുകയാണെങ്കിൽ ബേസ് നിന്ന് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വേർട്ടെക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എത്രയാണ്? ബേസ് എന്ന് വരുന്ന സമയത്ത് ചെറിയൊരു ഡിസ്റ്റൻസ് ആണല്ലേ വരുന്നത്. അപ്പോൾ അത് h/3 ആണ് ഫ്രം ബേസ്. വേർട്ടെക്സ് ആണെങ്കിൽ എത്രയാണ് വരിക? വേർട്ടെക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ 2h/3 ആണ്. മാറിപ്പോവരുത്. 2h/3 ആണ് നമ്മൾ വേർട്ടെക്സ് എന്ന് എടുക്കുന്ന സമയത്ത് ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ബേസ് എന്ന് എടുക്കുകയാണെങ്കിൽ h/3 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസ് അല്ല കേട്ടോ. ഞാനിവിടെ പിക്ചർ വരച്ചപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെ ഉണ്ട്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിലല്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ വരുന്ന സമയത്ത് ബേസും അതുപോലെ തന്നെ ഇത് നോർമൽ ട്രയാങ്കിളിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ബേസ് നിന്ന് ഇത്രയും അതുപോലെ തന്നെ വെർട്ടെക്സ് നിന്ന് ഇത്രയും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പം നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് ഇതേ രീതിയിലാണ് അല്ലേ വരിക. അപ്പം അതിൻ്റെ വേർട്ടെക്സ് നിന്നും എത്രയാണ്, അതുപോലെ തന്നെ ബേസ് നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് നിന്ന് വരുന്നത് B/3 ആയിരിക്കും. അതുപോലെ തന്നെ
സോറി B/3 ഫ്രം ദ വേർട്ടെക്സ് ആണ് വരുന്നത്, H/3 ഫ്രം ദ ബേസും ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് ബേസ് എന്നുള്ള വാല്യൂ ആണ്, ഇത് വേർട്ടെക്സ് എന്നുള്ള വാല്യൂ ആണ്, വേർട്ടെക്സ് എന്നുള്ള വാല്യൂ ആണ്. അതുപോലെ H/3 എന്ന് പറയുന്നത് H/3 എന്ന് പറയുന്നത് ബേസ് എന്നുള്ളതാണ്, B/3 എന്ന് പറയുന്നത് വേർട്ടെക്സ് എന്നുള്ളതാണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ പറഞ്ഞു, റെക്റ്റാങ്കിൾ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർക്കിൾ പറഞ്ഞു അല്ലെ, സർക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആണ്, സെമി സർക്കിൾ അല്ലെ. സെമി സർക്കിളിൻ്റെത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെമി സർക്കിളിലേക്ക് വരുമ്പോൾ എത്രയാണ് വരിക? സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ആണല്ലേ നമ്മളൊരു സർക്കിളിന്റെ പകുതിയായിട്ട് എടുക്കുന്നതാണ് അല്ലെ സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് വരിക? സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4r/3π ഫ്രം ദ ബേസ് ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി ബേസ് എന്ന് പറയുകയാണെങ്കിൽ 4r/3π ഫ്രം ദ ബേസ് ആണ്, ഫ്രം ദ ബേസ് ആണ് ഇതിലെ ബേസിൽ നിന്ന് 4r/3π ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, അപ്പം മനസ്സിലാക്കി വെക്കുക. ഡയമീറ്ററിൽ പറയുകയാണെങ്കിൽ 2d/3π എന്നുള്ളതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെമി സർക്കിളിൻ്റെ അല്ലെ, സെമി സർക്കിളിൻ്റെ ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 4r/3π from its center measured along the vertical റേഡിയസ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഒരു സെമി സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിപ്പം അതിൻ്റെ റേഡിയസ് ആയിട്ട് വരും അല്ലേ. അപ്പം യെല്ലോ കളറിൽ ഞാൻ കാണിക്കുക, അതിപ്പോൾ റേഡിയസ് ആണ്. അപ്പം അതിൻ്റെ തന്നെ 4r/3π അല്ലേ. അപ്പം അതാണ് ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. സെമി സർക്കിളിൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് അറ്റ് ദ ഡിസ്റ്റൻസ് 4r/3π ഫ്രം ഇറ്റ്സ് സെന്റർ മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ റേഡിയസ് ആണ്. അപ്പോൾ 4r/3π എന്നുള്ളതും 2d/3π എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് സിലബസിൽ പറയാണ്ട് അല്ലാണ്ട് നിങ്ങൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രപ്പീസിയം കാണും, അതുപോലെ തന്നെ കോണിൻ്റെതൊക്കെ കാണും അല്ലേ, ഹോളോ കോണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഇപ്പോൾ സിലബസിൽ നമുക്ക് ഇത് മാത്രമാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു കോമ്പോസിറ്റ് സെക്ഷൻ ആണെങ്കിലോ, കോമ്പോസിറ്റ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പം കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷേപ്പായിട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു സെമി സർക്കിളും ഇതിപ്പോൾ റെക്റ്റാങ്കിളും ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പം അതിനെ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണം. ജസ്റ്റ് ഞാൻ ഒരു പിക്ചർ വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ ഒരു ഇക്വേഷൻ മാത്രം എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് തരാം. അപ്പം ഇവിടെ നമ്മൾ A1 എന്നാണ് എടുക്കുക, പിന്നെ x1 y1 അല്ലെ, x1 y1 ഡാഷ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് കേട്ടോ. ഇത് വൈ ആക്സിസ് എന്നുള്ള രീതിയിൽ, ഇത് x1 y1 എന്നുള്ള രീതിയിലാണ് x1 y1 എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ x2 എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ളത് അതിന് നമ്മൾ x1 y1 അല്ലേ, അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെത് x2 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏരിയ വരുന്നത് A2 അല്ലേ. അപ്പം ഇതിനെ നമ്മൾ y2 അല്ലേ, ഇത് y ലൈനാണ് അല്ലേ വരുന്നത്, y ആക്സിസിലാണ് വരുന്നത്. ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം എടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മുന്നേ പറഞ്ഞത് വരെ മാത്രം നോക്കുക. ഇത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം. x dash is equal to സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ, A1 x1 plus A2 x2 ഡിവൈഡഡ് ബൈ A1 A2 അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. എക്സ് ഡാഷ് പറയുകയാണെങ്കിൽ വരുന്നത് ഇതായിരിക്കും. ഇൻ കേസ് നമ്മൾ പറയുന്നത് വൈ ഡാഷ് ആണെങ്കിൽ A1 y1 അല്ലെ, x1 എന്നുള്ളത് y ആക്കാം, A1 y1 പ്ലസ് A2 y2 ഡിവൈഡഡ് ബൈ A1 A2 അല്ലെ. A1 A2 തന്നെയാണ് താഴെ വരിക, രണ്ടിൻ്റെയും ആ ഒരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു രണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെയും ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ
സെക്ഷൻ എടുത്തിട്ട് അതിലൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് വരിക എന്നൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുക. അപ്പോൾ ലാസ്റ്റിലേക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടൊന്നും ടെൻഷൻ ആവണ്ട. അപ്പോൾ മുന്നേ ഉള്ളത് വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ ഐഡിയ അറിയെങ്കിൽ മാത്രം പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇത് ഇക്വേഷൻ മാത്രം ലാസ്റ്റ് മൊമെന്റിലേക്ക് നിങ്ങൾ എക്സാമിന് 2 ദിവസം മുന്നേ ഒക്കെ ജസ്റ്റ് ഒന്ന് റിവിഷൻ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാണ്ടിട്ട് മാത്രം പഠിച്ചു വെക്കാനൊക്കെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ മൈൻഡിൽ നിൽക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പോവുക. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കി പഠിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ മാക്സിമം റിവിഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡുമാണ് അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇൻ ടേംസിൽ അല്ലേ, നമ്മൾ അതിൻ്റെ ആ ഒരു നമ്മളത് വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടില്ലേ, ഒരു പ്ലെയിനിൽ എവിടെയാണ് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ എവിടെയാണ് ആ ഒരു വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത്. ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ് അല്ലേ, അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെൻട്രോയിഡിലേക്ക് വരികയാണെങ്കിൽ ഏരിയ അല്ലേ, ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ദ പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഏരിയ ഇൻ വിച്ച് ദ ഹോൾ ഏരിയ ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻട്രോയിഡ് പറയുന്നത്. പിന്നെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റെക്ടാങ്കുലർ ഓർ സ്ക്വയർ സെക്ഷൻ ആണെങ്കിൽ എവിടെയാണ് ലൈ ചെയ്യുന്നത്, ലൈസ് അറ്റ് എ പോയിന്റ് വേർ ദ ഡയഗണൽ മീറ്റ്സ് അല്ലേ, അതായത് d/2 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ l/2 എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയാൻ പറ്റും. പിന്നെ നമ്മൾ സർക്കിളിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അറ്റ് ഇറ്റ് സെൻറ്റർ ആണല്ലേ വരുന്നത്. d/2 എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയാൻ പറ്റും. പിന്നെ നമ്മൾ ട്രയാങ്കിളിലേക്ക് വരുന്ന സമയത്ത് എവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക, ലൈസ് അറ്റ് ദ പോയിന്റ് വേർ ദ 3 മീഡിയൻസ് അല്ലേ, 3 മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ്റർസെക്ട്സ്. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 3 മീഡിയൻസ് അല്ലേ, 3 മീഡിയൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുന്നുണ്ടാവുക. അപ്പം ട്രയാങ്കിളിൻ്റെത് h/3 ഫ്രം ദ ബേസ് ആണ്, 2h/3 ഫ്രം ദ വേർട്ടെക്സ് ആണ്. നോർമൽ ട്രയാങ്കിളിൻ്റെതാണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, അത് സിമ്പിൾ ആണല്ലേ പഠിച്ചു വെക്കാൻ. h/3 ഫ്രം ദ ബേസ് ആണ്, b/3 ഫ്രം ദ വേർട്ടെക്സ് ആണ്, മാറിപ്പോവരുത്. പിന്നെ നമ്മൾ സെമി സർക്കിൾ പറഞ്ഞു അല്ലേ, സെമി സർക്കിളിൻ്റെ എവിടെയാണ് വരുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് 4r/3 pi ഫ്രം ഇറ്റ്സ് സെൻറ്റർ മെഷർഡ് അലോങ് ദ വേർട്ടിക്കൽ റേഡിയസ് ആണ് അല്ലേ, അതായത് 4r അല്ലേ, റേഡിയസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 4r/3 pi എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ കോമ്പോസിറ്റ് ആയിട്ടുള്ളത് പറഞ്ഞു അല്ലേ, കോമ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു സെമി സർക്കിളും അതുപോലെ തന്നെ റെക്റ്റാങ്കിളും എടുക്കുകയാണെങ്കിൽ അതിന് x' y' എന്നുള്ള രീതിയിൽ പറയാമെന്ന് പറഞ്ഞു. x' ആണെങ്കിൽ ax1 + a2 x2 ഡിവൈഡഡ് ബൈ a1 a2 എന്ന് പറയാം. y' പറയുകയാണെങ്കിൽ a1 y1 + a2 y2 ഡിവൈഡഡ് ബൈ a1 a2 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ നിങ്ങൾ ക്ലാസ് കേൾക്കാണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ക്ലാസ് ഒരു ഷോർട്ട് നോട്ടിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ എക്സാമിൻ്റെ മുന്നേ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും വായിച്ചെടുക്കുക. ഫസ്റ്റ് ടൈം വായിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ മൈൻഡിൽ നിൽക്കുന്നവരാണെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾക്ക് അതും നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പം ഇത് ഫോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ, കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ളൊരു ഏരിയ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് പഠിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, റിവിഷനൊക്കെ കൊണ്ടുപോവുക. സിലബസിനെ ബേസ് ചെയ്തിട്ട് മാത്രം പഠിക്കുക. സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് അതിലുള്ള ഏരിയ നോക്കി പഠിക്കുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ ഒരുപാട് ഏരിയാസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നിങ്ങൾ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എക്സ്ട്രാ ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക. കാരണം സിലബസിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ കാര്യങ്ങൾ, അത് തന്നെയാണ് അവർ ചോദിക്കുകയെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ കേട്ടോ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ സമയം ഇല്ലാത്തവരാണ്
ആണെങ്കിൽ അതിന് നിൽക്കരുത്. സിലബസിലുള്ളത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കുക, പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ. മാക്സിമം നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. മറ്റുള്ളവർ ചിലപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞവരായിരിക്കാം. അപ്പോൾ അവരുമായിട്ടാണ് നിങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് പഠിക്കുക. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോയാൽ പോരാ. ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ സ്കൂൾ ലെവൽസ് നിങ്ങളിപ്പം ഇപ്പം പുതിയതായിട്ട് ഡിപ്ലോമ കഴിഞ്ഞ് ഇറങ്ങിയവരൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പം കോളേജിൽ എഴുതിയ പോലെ ആയിരിക്കില്ല അല്ലേ. കോളേജിൽ നിങ്ങൾ എഴുതുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്കിപ്പോൾ 2 ആൾക്കാർ സെയിം മാർക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ക്ലാസ്സിൽ ആ ഒരു പ്രശ്നം വരില്ല അല്ലേ. നിങ്ങൾക്ക് ആ ഒരു ടോപ്പറായിട്ട് തന്നെ നിൽക്കാം. പക്ഷേ PSC ആവുന്ന സമയത്ത് അങ്ങനെയല്ല. ചെറിയൊരു മാർക്കിൻ്റെ ബേസിലും പലതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് അവിടെ ആ ഒരു ലിസ്റ്റ് വരുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. പറ്റുകയാണെങ്കിൽ ടോപ്പ് റാങ്കിൽ എത്താൻ തന്നെ നോക്കുക. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജോബ് കിട്ടാൻ അത്രയും ഡിലേ ആവും അല്ലേ. നമ്മൾ അത്രയും പ്രഷർ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ടോപ്പിൽ റാങ്ക് 1 എന്നുള്ള രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിൽ ഓക്കെ, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് കിട്ടുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾ അതിൽ ഓക്കെ ആവും, നിങ്ങൾക്ക് ജോലിയും കിട്ടുന്നതായിരിക്കും. നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും വെറുതെ ആവില്ല അല്ലേ. അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പം ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.